ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ സമാപന പൊതുയോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്ത് ഫ്രട്ടേണിറ്റിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിത് താനൂർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ ആദരണീയനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി, ഈ ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് ജംഷീൽ അബൂബക്കർ, വേദിയിലിരിക്കുന്ന വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാലി മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ദാമോദരൻ, വേദിയിലിരിക്കുന്ന ഫ്രട്ടേണിറ്റി ജില്ലാ നേതാക്കളായ ഫയാസ് ഹബീബ്, ഷബീർ പി കെ, മുൻഷിദ ലുക്മാൻ, BTS ഉമർ തങ്ങൾ, മറ്റു പ്രിയങ്കരായ നേതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും പാർട്ടിയുടെ സ്നേഹോഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇവിടെ സവിസ്തരം വിശദീകരിച്ചതുപോലെ പുതിയ കാലത്ത് നമ്മുടെ നാടിൻ്റെ അപൂർണതകളെ, അനീതികളെ, അവസര നിഷേധങ്ങളെ, അവകാശ നിഷേധങ്ങളെ ചോദ്യം ചെയ്യുവാൻ ചരിത്രപരവും സാമൂഹ്യപരവും ആദർശപരവുമായ മുന്നൊരുക്കത്തോടുകൂടി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. ഒരു ദേശമെന്ന നിലക്ക്, ഒരു രാജ്യമെന്ന നിലക്ക് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന തുല്യ പൗരത്വത്തിൻ്റെയും സാമൂഹ്യനീതി സങ്കല്പത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളോടും വിവിധ ജനവിഭാഗങ്ങളോടും വിവിധ സാമൂഹിക വിഭാഗങ്ങളോടുമൊക്കെയുള്ള തുല്യതയിലും നീതിയിലും അധിഷ്ഠിതമായ സങ്കല്പത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അത് ലംഘിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് ദേശരാഷ്ട്രങ്ങളായ രാജ്യങ്ങളായിരുന്ന നമ്മുടെ പ്രദേശത്തും ഇത്തരത്തിലുള്ള അനീതികളുടെ, ലോകത്ത് തന്നെ ഏറ്റവും ക്രൂരമായ മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്ന വിവേചനമായ ജാതി വിവേചനം നിലനിൽക്കുന്ന ഒരു പ്രദേശമെന്ന നിലക്ക് രാജ്യത്തെ സവർണ മേലാളന്മാരുടെ താല്പര്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്ന ഇവിടുത്തെ രാജാക്കന്മാരുടെ, അവരുടെ ആശ്രിതരുടെ, അവരുടെ താല്പര്യക്കാരുടെ ഒക്കെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളോടും സ്ത്രീകളോടും വിവിധ ജനവിഭാഗങ്ങളോടുമൊക്കെ പുലർത്തിയിരുന്ന വിവേചനങ്ങളോട്, അനീതികളോട് അതാത് സമയത്ത് രൂപപ്പെട്ട പ്രതിരോധങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, മുന്നേറ്റങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. മനുഷ്യരെ ജനാധിപത്യം പഠിപ്പിക്കുന്നതിൽ ഇത്തരം പോരാട്ടങ്ങളാണ് വലിയ പങ്ക് വഹിച്ചത്. മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെ കൂടുതൽ കുറ്റമറ്റതാക്കുന്നതിന് ഇത്തരം പോരാട്ടങ്ങളും അന്വേഷണങ്ങളും പ്രതിരോധങ്ങളുമാണ് രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരെ നമ്മൾ ഇന്നിപ്പോൾ നിലനിൽക്കുമ്പോൾ, ഈ കഴിഞ്ഞ ആഴ്ചയാണ് രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഓർമ്മ ദിനം നമ്മൾ കൊണ്ടാടിയത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ മരണമൊഴിയിൽ പറയുന്നുണ്ട്, എൻ്റെ ജന്മം തന്നെയായിരുന്നു എൻ്റെ ശാപം.
ഞാൻ ജനിച്ചുപോയി എന്നുള്ളതാണ് എൻ്റെ കുറ്റം എന്ന് പറയുന്നുണ്ട്. ജനിക്കുന്നതോടുകൂടി തന്നെ പാപിയായി ജനിക്കുന്ന, വിവേചനത്തിനിരയാകുന്ന, മനുഷ്യന്റെ അന്തസ്സിനെ ഒരു വിധത്തിലും മാന്യത കൽപ്പിക്കാതെ, അന്തസ് കൽപ്പിക്കാത്ത അവസ്ഥ രൂപപ്പെടുത്തിയെടുത്തുന്ന ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ധാരാളം വിവേചനങ്ങളോടും അനീതികളോടുമുള്ള കലഹങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോവുക. അത്തരം കലഹങ്ങളും അത്തരം വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുമാണ് നമ്മുടെ ഭാവി ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കാലത്തെ, നമ്മുടെ ലോകത്തെ, നാം ജീവിക്കുന്ന രാജ്യത്തെ കൂടുതൽ ശക്തമാക്കണമെങ്കിൽ, മനുഷ്യപ്പറ്റുള്ളതാക്കണമെങ്കിൽ, നമ്മുടെ രാജ്യത്തെ കൂടുതൽ നന്മ നിറഞ്ഞതാക്കണമെങ്കിൽ, ജനാധിപത്യപൂർണ്ണമാക്കണമെങ്കിൽ, മനുഷ്യർക്ക് മനുഷ്യരായി ജീവിക്കാൻ അന്തസ്സോടുകൂടിയുള്ള ജീവിതം സാധ്യമാകണമെങ്കിൽ, എല്ലാവരും തുല്യരായ മനുഷ്യരായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ജനാധിപത്യ പോരാട്ടങ്ങൾക്ക്, ഇത്തരത്തിലുള്ള നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്ക്, വിവേചനത്തോട്, അനീതിയോട് ഒരു നിലക്കും സന്ധി ചെയ്യാൻ സാധ്യമല്ലാത്ത ചെറുപ്പത്തിൻ്റെ ആർജവമാണ്, ഊർജമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയെ, ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിനാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പോരാളികൾ ഇവിടെ നേതൃത്വം നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളെ, അത് ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആവശ്യങ്ങളെ, വിദ്യാഭ്യാസ, വികസന, സാമൂഹികമായ ആവശ്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ജാഥ ക്യാപ്റ്റൻ ജംഷീൽ അബൂബക്കർ ഇവിടെ വിശദമായി സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ സംഘപരിവാർ ശക്തികളും ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് സർക്കാരും ഇവിടുത്തെ മലപ്പുറം ജില്ലയോട് സവിശേഷമായി പുലർത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ മുൻവിധിയോടുകൂടിയുള്ള സമീപനങ്ങൾക്കെതിരെ ഇവിടുത്തെ ചെറുപ്പം ജാഗ്രതയോടുകൂടിയിട്ട് കാവലിരിക്കുന്നു എന്ന ബോധമാണ് ഈ പ്രക്ഷോഭത്തിലൂടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് വീണ്ടും ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് വെൽഫെയർ പാർട്ടിയുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജാഥയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും 3 മേഖലകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭ ജാഥയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും അതിൻ്റെ വളരെ കൃത്യമായ, വളരെ ശരിയായ സ്വഭാവത്തിൽ അത് ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ആർജവം, അത് ഉന്നയിച്ച് നേടിയെടുക്കുവാനുള്ള തൻ്റെ ഇടമുള്ള ചെറുപ്പമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി ഈ സംഘത്തിന് 1000 വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് വെൽഫെയർ പാർട്ടി, ജയ് ഫ്രട്ടേണിറ്റി.